എല്ലാ ആഴ്ചയും എന്തെങ്കിലുമൊക്കെ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകും. ആ അനുമോള് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ ലാലേട്ടൻ ഉറപ്പായിട്ടും അത് പൊക്കാൻ വേണ്ടി തന്നെ വരും. ദേ ഇപ്പൊ പ്രൊമോ വന്നപ്പോഴും എനിക്ക് തോന്നിയത് ഒരു കാര്യം അതാണ്. ലാലേട്ടൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന നല്ലൊരു ജ്യൂസ് കമ്പനി, ആ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടൻ ഭയങ്കര ആഗ്രഹിച്ചു വന്നതാണ്. അപ്പൊ കമ്പനി പൂട്ടിച്ചു. ആദ്യം പറയുന്ന ഡയലോഗ് കമ്പനി പൂട്ടിച്ചു. കമ്പനി പൂട്ടിച്ചത് ആരാ? അത് അനുമോളാണ്. അതാണ് അനീഷ് കിടന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ ഇതുപോലൊരു സംരംഭം ഉണ്ടാകുമ്പോൾ ആ സംരംഭം പെട്ടെന്ന് തന്നെ ഇങ്ങനെ അങ്ങ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് നശിപ്പിക്കാൻ നോക്കരുത് എന്ന് അനീഷ് കിടന്ന് ആവർത്തിച്ച് പറഞ്ഞില്ലേ? അത് ഏറ്റുപിടിച്ചുകൊണ്ട് ലാലേട്ടൻ പറയാൻ പോകുന്ന ഡയലോഗാണ്, കുറച്ചൊക്കെ വിട്ടുവീഴ്ചകളാകാം. നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഏത് കമ്പനിയാണ് നല്ല രീതിയിൽ പോകുന്നത്? എല്ലാ കമ്പനിക്കകത്തും കെമിക്കൽസും മായങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റ്ലി നിങ്ങൾ നോക്കിയിട്ടാണെങ്കിൽ ഏത് പ്രൊഡക്റ്റിനാണ് അപ്രൂവൽ കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ വെജിറ്റബിൾസ് ആണെങ്കിലും ഈ പറയുന്ന വെജിറ്റബിൾസ് ഒക്കെ എന്തുമാത്രം മാലിന്യങ്ങളും കീടനാശിനികളും ഒക്കെ കടന്നിട്ടാണ് അത് വരുന്നത്. പക്ഷേ നമ്മളത് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് കഴുകി ഉപയോഗിക്കുക എന്നൊക്കെയല്ലേ പറയാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ പറയാൻ പോകുന്നത്, അനുമോള് ചെയ്തത് തെറ്റ്, അങ്ങനെ തന്നെ പറയും. 100% അല്ലെങ്കിൽ 110% നിങ്ങൾ എഴുതി വെച്ചോ, അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അനുമോളെ ആ തരത്തിൽ വറുക്കുന്നത് ഈ ആഴ്ചയോടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഒരു കാര്യം, ഞാൻ ഈ പറയുന്ന പ്രേക്ഷകർ പറയുന്ന, അനുമോൾ സപ്പോർട്ട് ചെയ്യുന്ന അനുമോളുടെ കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവര് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാനും ചേരും. വേറൊന്നുമല്ല, അനുമോളെ മാനസികമായിട്ട് തകർക്കാൻ നോക്കുന്നു എന്ന് ആ ഒരു പക്ഷം ഞാൻ വിളിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ആഴ്ച ആ ഒരു ജീവൻ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് എപ്പിസോഡിലൊന്നും വെറുതായിട്ട് കാണിച്ചതൊന്നുമില്ല. പക്ഷെ എങ്കിലും ലൈവിൽ അതൊന്നും കാണിച്ചു. എപ്പിസോഡിൽ പോലും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? അനുമോൾ അത് ആരടുത്തും പോയി പറഞ്ഞില്ല. കൂടെ ഉള്ള ആദിലയ്ക്കും നൂറയ്ക്കും മാത്രമേ ഹിന്റ് കൊടുത്തോളൂ. വേണമെങ്കിൽ അനുമോൾക്ക് ഷാനവാസിനോട് പറയായിരുന്നു, ജിഷിനോട് പറയാമായിരുന്നു. പക്ഷെ ആരോടും പറഞ്ഞില്ല. പകരം അതങ്ങ് മനസ്സിലങ്ങ് ഒതുക്കി വെച്ചതാണ്. അപ്പൊ അനുമോൾ ആ കാണിച്ചത് ഒരു നല്ല കാര്യമാണ്, അതൊരു പക്വതയാണ്. അനുമോൾക്ക് പക്വതയില്ല, ആര്യനാണ് പക്വത എന്ന് പറയുന്നവരോടൊക്കെ ഇതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ എന്തായാലും പൊക്കാൻ പോകുന്നത് അനീഷിന്റെ അടുത്താണ്. അനീഷ് ശരിക്കും പറഞ്ഞാൽ ആ ജ്യൂസ് കളഞ്ഞതും നശിപ്പിച്ചതും എല്ലാം അതിനകത്ത് അനീഷിനൊരു പങ്കുണ്ട്. കാരണം ആ ഒരു അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ആ ഒരു അതായത് നമ്മുടെ അനുമോളുടെ റിജക്ഷൻ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ അനീഷ് സത്യം പറഞ്ഞാൽ അവിടെ മൊത്തം തല്ലി തകർത്തു. അപ്പൊ അത് കണ്ടപ്പോൾ അക്ബറൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാവോ? അനീഷ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണം, അനീഷ് ഇങ്ങനെയാണ്, അനീഷ് അത്ര നല്ല സൽസ്വഭാവിയോ സത്യസന്ധനോ അല്ല എന്ന് പറയാൻ വേണ്ടി ഇവരൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷിന്റെ ആ പ്രവൃത്തിയെ ഇവർക്കൊക്കെ സന്തോഷം തന്നെയാണ്. ലാലേട്ടൻ വരുമ്പോൾ എന്തായാലും ഈ ആഴ്ച അനീഷിനൊക്കെ കിട്ടിക്കോളും എന്നും അവർക്കറിയാം. അതെന്തായാലും അനീഷിന് കിട്ടും, അനീഷിന് കിട്ടിക്കോട്ടെ, സാരമില്ല. അനീഷിന്റെ ഫ്രസ്ട്രേഷൻ അനീഷിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അതൊരു നോർമൽ കാര്യമായിട്ട് എനിക്ക് തോന്നുള്ളൂ. കാരണം മറ്റുള്ളവരെയൊക്കെ എന്തായാലും ലാലേട്ടൻ പൊരിച്ചത് പല കാര്യങ്ങളിലും, ഇപ്പൊ ചീത്ത വിളിച്ചു, മോശമായി പെരുമാറി, അല്ലെങ്കിൽ അങ്ങേയറ്റം വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ആ പ്രവൃത്തികളെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ടാസ്കിൽ തനിക്ക് കിട്ടേണ്ട നീതി കിട്ടിയില്ല എന്നുള്ള ഒരു ഫ്രസ്ട്രേഷനാണ് അനീഷ് കാണിച്ചത്. അതിനോട് എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അനീഷിനെ പൊരിച്ചതും വറുത്തതും ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുപ്പികളെല്ലാം നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. കുപ്പികൾ നശിപ്പിച്ചതിനകത്ത് എല്ലാവരും ഉണ്ട്. കളി കുളമാക്കി എന്ന് പറയുന്നുണ്ട്, അതിനകത്തും എല്ലാവരും ഉണ്ട്. പിന്നെ നെവിന്റെ കാര്യം എടുത്തു പറയണം. നെവിനും അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീരിയസ്നെസ് ഇല്ലാതെ ആ ജ്യൂസ് കലക്കി കുടിക്കാനും ജ്യൂസ് കുപ്പികൾ എടുത്ത് ഒളിപ്പിച്ചു വെക്കാനും കട്ടോണ്ട് പോകാനും ഒരു ജ്യൂസ് ഉടമ, ഒരു കമ്പനി ഉടമ ആയിരുന്നല്ലോ നെവിൻ. അതുകൊണ്ടാണ് നെവിന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ എന്തായാലും അതും കൂടി പറയണം കേട്ടോ, നെവിന്റെ കാര്യം കൂടി പറയണം. പിന്നെ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ചു എന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരുപാട് വ്ളോഗേഴ്സ് അല്ലെങ്കിൽ കമന്റ്സിനകത്തൊക്കെ വന്നിട്ടുള്ളത്, ആര്യൻ നന്നായിട്ട് ആ ഒരു ടാസ്ക് കൈകാര്യം ചെയ്തു, നന്നായിട്ട് തന്നെയാണ് ആ ഒരു ഗെയിം കളിച്ചത് എന്ന് പറയുമ്പോൾ ആര്യനും അതിനകത്ത് കുളമാക്കി. ആ അനുമോള് സെലക്ട് ചെയ്ത, അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു 2 ബോട്ടിൽ അത് ആര്യൻ ആരും അറിയാതെ അത് കൊണ്ടുപോയിട്ട് ജയിലിൽ കിടക്കുന്ന നെവിനും ജിഷിനും കൊടുത്തു. അതിനു മുന്നേ ആദിലേക്ക് ബിഗ് ബോസ് ഒരു വാർണിംഗ് കൊടുത്തതാണ്, നിങ്ങളുടെ ആര് പറഞ്ഞു അത് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ എന്ന് ചോദിച്ചിട്ട് ആര്യൻ അത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ല. ഒന്നുകിൽ മിണ്ടാതിരുന്നത് ലാലേട്ടൻ വരുമ്പോൾ പണി കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു ബോട്ടിൽസ് എവിടെ പോയി എന്ന് മിസ്സായി എല്ലാവരും അന്വേഷിക്കാൻ വേണ്ടിയിട്ടുമായിരിക്കാം. പക്ഷേ കാത്തിരിക്കാം, ഇത് ആര്യന്റെ കാര്യം ലാലേട്ടൻ ചോദിച്ചില്ലെങ്കിൽ. ഇവിടെ ആ ജിസേൽ അങ്ങോട്ട്, ലാലേട്ട ഞാൻ കുറച്ച് കുടിച്ചതാണ് ലാലേട്ട, അത് കുറച്ച് കുടിച്ചു, ഞാൻ കുറച്ച് കുടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ എന്നാ ശരി ജിസേൽ മോൾ അവിടെ ഇരിക്കും ജിസേൽ മോളെ എന്ന് പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല എനിക്ക്. കാരണം എനിക്ക് ലാലേട്ടനെ പറയുന്നത് തീരെ ഇഷ്ടമല്ല, എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദിലയാണ് അടുത്ത ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത്. ആദിലയെ അത്ര എന്താ പറയാ, ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നപ്പോൾ അതിലെ വീട്ടിൽ കയറ്റാം എന്നൊക്കെ പറഞ്ഞു, അതുമായിട്ടൊന്നും കമ്പയർ ചെയ്ത് ഞാൻ ഇത് പറയുന്നില്ല. പക്ഷെ എങ്കിലും
ആദിലയോട് കൂടുതൽ സോഫ്റ്റ് കോർണർ കമ്മ്യൂണിറ്റിയുടെ കാർഡും വെച്ചും കമ്മ്യൂണിറ്റിയുടെ പേരും വെച്ചും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വ്യക്തി കാണിച്ച തെറ്റ് തന്നെയാണ്. ആ വ്യക്തി എങ്ങനെ ജീവിച്ചതാണെങ്കിലും എങ്ങനെ ജീവിക്കുന്നതാണെങ്കിലും നമുക്ക് അതിനെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാം, അതൊക്കെ സപ്പോർട്ട് ചെയ്യാം, നല്ല കാര്യങ്ങളാണ്, ഓക്കെ. പക്ഷെ അനീഷിനോട് കാണിച്ച കാര്യങ്ങൾ എന്തായാലും ചോദിക്കണം. അനീഷിന്റെ മുതുകത്തിട്ട് അടിച്ചത് എന്തായാലും ചോദിക്കണം. അനീഷും ആദിലയും ജയിലിൽ കിടന്നു, നല്ല കൂട്ടായി. ഇപ്പൊ എനിക്ക് ആദിലയോടും നല്ല സ്നേഹമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആളുടെ ഒരു ഫ്രസ്ട്രേഷൻസ് ആകാം, മൂഡ് സ്വിങ്സ് ആകാം. എസ്പെഷ്യലി ഈ പറയുന്ന സ്ത്രീകൾക്കൊക്കെ ഒരു സമയത്ത് മൂഡ് സ്വിങ്സ് എന്തായാലും അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അവർക്ക് ദേഷ്യം വരുമ്പോൾ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ നല്ല കാണിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് മൂഡ് സ്വിങ്സും കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല അടി കിട്ടും എന്ന് തോന്നണം. അതുകൊണ്ട് ലാലേട്ടൻ ആദിലയ്ക്ക് നല്ലത് കൊടുക്കണം. അനീഷിന് അവിടെ ഒരു നീതി കിട്ടണം എന്ന് തന്നെയാണ്. അനീഷ് ആദില ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ അടി കിട്ടിയിട്ട് പോലും ഞാനത് കാര്യമായിട്ട് എടുത്തില്ല, അത് എനിക്ക് വേദനിച്ചില്ല, ഓക്കെ എനിക്ക് മനസ്സിലായി എന്നെ അടിച്ചു, അതിനും വേണ്ടി എനിക്ക് നല്ലൊരു ചീത്തവിളി കിട്ടി, അതും ഞാൻ കേട്ടു, ആദിലയുടെ ശബ്ദമായിരുന്നു എന്നൊക്കെ അനീഷ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അനീഷ് അതും ചോദിക്കാൻ പോയിട്ടില്ല. അനീഷ് ഈ പറയുന്ന കാര്യം, ഈ നടന്ന കാര്യം ഷാനവാസിനോട് പോലും ഷെയർ ചെയ്തിട്ടില്ല. ഷാനവാസ് ആദില നൂറ എന്ന് പറഞ്ഞ് പെങ്ങളൂട്ടിക്കാർഡും എടുത്ത് പറയുക നടക്കുമ്പോൾ പോലും അനീഷ് ഇത് പറഞ്ഞിട്ടില്ല. അവരെ തമ്മിൽ തെറ്റിക്കാൻ അനീഷ് നോക്കിയിട്ടില്ല. സോ കുറച്ചുകൂടെ ജെനുവിൻ ആയിട്ട് ഈ ഒരാഴ്ച ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ സംസാരിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. കാരണം വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും വേണ്ട. ഈ പറയുന്ന പ്രൊമോ എന്ന് പറയുന്നത് ഒരു പ്രോമിസ് ഒന്നും അല്ല, നമുക്കറിയാം. എങ്കിലും ലാലേട്ടൻ ഈ ഒരു ആഴ്ച വന്നിട്ട് ഈ അനുമോളുടെ മാത്രം വെക്കിട്ട് കയറാനും പിന്നെ ആരെയും നന്നായിട്ട് ടാസ്ക് കളിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്രിഷിയേറ്റ് ചെയ്തിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചീപ്പാണ്. ഈ പറയുന്ന ഈ മത്സരാർത്ഥികൾ കാണിക്കുന്ന അതേ ചീപ്പ് ഗെയിം തന്നെ ലാലേട്ടനും കാണിക്കുന്നു എന്ന് പറയേണ്ടി വരും. അപ്പൊ എന്തായാലും ശരി, നിങ്ങളുടെ അഭിപ്രായം പറയുക. അടുത്ത പ്രൊമോ വീഡിയോ വരാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.